വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി ഫാർമസി ടോപ്പിക്സ് മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ സെഫലോസ്പോറിൻ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ആന്റിബയോട്ടിക്സ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക്സിലെ പെൻസിലിനെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഡ്രഗ് ആണ് സെഫലോസ്പോറിൻ. സെഫലോസ്പോറിൻ ഒരു ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക് ആണ് ആൻഡ് അത് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത് സെഫലോസ്പോറിയം ആക്രിമോണിയം കൾച്ചറിനാണ്. സെഫലോസ്പോറിയം ആക്രിമോണിയം കൾച്ചറിനാണ് സെഫലോസ്പോറിൻ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ടൈഫോയിഡ് ഫീവർ കോസ് ചെയ്യുന്ന സാൽമോണല്ല ടൈഫിക് എഗെയിൻസ്റ്റ് എഫക്റ്റീവ് ആണ് സെഫലോസ്പോറിൻ. ഇതിന്റെ ബേസിക് സ്കെലട്ടൻ സ്ട്രക്ചർ ആണ് 7 അമിനോ സെഫലോസ്പൊറാനിക് ആസിഡ്. പെൻസിലിന്റെ കേസിൽ നമ്മൾ 6 അമിനോ പെൻസിലാനിക് ആസിഡ് കണ്ട പോലെ തന്നെ സെഫലോസ്പോറിന്റെ കേസിൽ ബേസിക് സ്കെലട്ടൻ സ്ട്രക്ചർ ആണ് 7 അമിനോ സെഫലോസ്പൊറാനിക് ആസിഡ്. ഫസ്റ്റ് സെഫലോസ്പോറിൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത് എലി ലില്ലി ഇൻ 1964. സെഫാലോസ്പോറിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ R ഗ്രൂപ്പിലും X ഗ്രൂപ്പിലും ചേഞ്ചസ് വരുന്നതിനനുസരിച്ചിട്ടാണ് സെഫാലോസ്പോറിൻ ഡിഫറെന്റ് ഡ്രഗ്സ് നമുക്ക് കിട്ടുന്നത്. അടുത്തത് അതിന്റെ ജനറൽ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ്. സെഫാലോസ്പോറിന്റെ മെക്കാനിസം സെയിം ആസ് പെൻസിലിൻ ആണ്. ഓക്കെ, അതായത് ട്രാൻസ് പെപ്റ്റിഡേസ് എൻസൈമിലോട്ട് ബൈൻഡ് ചെയ്തിട്ട് പെപ്റ്റിഡോ ഗ്ലൈക്കൻ ലെയറിന്റെ സിന്തസിസിനെ അത് പ്രിവെന്റ് ചെയ്യും. ഈ പെപ്റ്റിഡോ ഗ്ലൈക്കൻ ലെയർ എന്ന് പറഞ്ഞാൽ സെൽ വോളിന്റെ, ബാക്ടീരിയൽ സെൽ വോളിന്റെ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റിക്കും റിജിഡിറ്റിക്കും കാരണമാണ്. അപ്പോൾ നമ്മൾ ഇതിനെ പെപ്റ്റിഡോ ഗ്ലൈക്കൻ ലെയറിന്റെ സിന്തസിസിനെ പ്രിവെന്റ് ചെയ്യുന്നത് വഴി അവിടെ സെൽ ലൈസിസും ബാക്ടീരിയൽ ഡെത്തും കോസ് ചെയ്യും. നെക്സ്റ്റ് ജനറൽ ADR ആണ്. ജനറൽ ADR അഡ്വേഴ്സ് റിയാക്ഷൻസ് ആണ്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി ലൈക്ക് സ്കിൻ റാഷ്, ഫീവർ, എലിവേറ്റഡ് ബ്ലഡ് യൂറിയ നൈട്രജൻ ലെവൽ, എലിവേറ്റഡ് ലെവൽ ഓഫ് SGOT, SGPT ആൻഡ് ബിലിറൂബിൻ. IV അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ പെയിനും ടിഷ്യൂ ഹാർഡനിങ്ങും കോസ് ചെയ്യും. GI മാനിഫെസ്റ്റേഷൻസ് ലൈക്ക് നോസിയ, വോമിറ്റിംഗ്. തേർഡ് ജനറേഷൻ ഏജൻസ് ആണെങ്കിൽ സ്യൂഡോ മെംബ്രേനിയസ് കൊളിറ്റസ് കോസ് ചെയ്യും. അതായത് കോളനിലുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്, കോളനിൽ വരുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനെയാണ് നമ്മൾ സ്യൂഡോ മെംബ്രേനിയസ് കൊളിറ്റസ് എന്ന് പറയാം. അടുത്തത് ജനറൽ തെറാപ്യൂട്ടിക് യൂസസ് പഠിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ സെഫാലോസ്പോറിനെ 4 ജനറേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ. അപ്പൊ യൂസസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് ജനറേഷൻ ഡ്രഗ്സിന്റെ യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെഫൈലോകോക്കെ കോസ് ചെയ്യുന്ന മൈനർ ഇൻഫെക്ഷൻസിന് യൂസ് ചെയ്യുന്നുണ്ട്. സർജിക്കൽ പ്രൊഫൈലേറ്റിക് ഏജന്റ് ആയിട്ട് എഫക്റ്റീവ് ആണ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെഫാലെക്സിൻ പോലെയുള്ള ഡ്രഗ്സ് ഒക്കെ ആണെങ്കിൽ ഓട്ടിറ്റിസ് മീഡിയ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓട്ടിറ്റിസ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഇയറിലുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആണ്. ഓട്ടിറ്റിസ് മീഡിയ അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ജനറേഷൻ സെഫാലോസ്പോറിൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ജനറേഷൻ ഡ്രഗ്സ് ആണെങ്കിൽ ലോവർ അബ്ഡോമിനൽ ആൻഡ് ഗൈനക്കോളജിക്കൽ ഇൻഫെക്ഷൻസ്, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് ലൈക്ക് ഫാരഞ്ചൈറ്റിസ്, ന്യൂമോണിയ. തേർഡ് ജനറേഷൻ ഡ്രഗ്സ് ആണെങ്കിൽ മെനിഞ്ചൈറ്റിസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെഫോടാക്സിൻ നമ്മൾ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെഫ്യൂറോക്സിം ആൻഡ് സെഫാടാക്സിം STD, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ലൈക്ക് സിഫിലിസ്, കൊനേറിയ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെഫോപെറോക്സോൺ ആൻഡ് സെഫ്ട്രിയാക്സോൺ ടൈഫോയിഡ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് ജനറേഷൻ ഡ്രഗ്സ് ആണ്. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ലൈക്ക് ന്യൂമോണിയ, സെപ്റ്റിസീമിയ, ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെഫ്പിരോം മെട്രോനൈഡിന്റെ കൂടെ നമ്മൾ കോ അഡ്മിനിസ്റ്റർ ചെയ്തിട്ട് ഇൻട്രാ അബ്ഡോമിനൽ ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ജനറൽ യൂസസ് വരുന്നത്. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് സെഫാലോസ്പോറിൻ ആണ്. സെഫാലോസ്പോറിൻ 4 ക്ലാസിഫിക്കേഷൻ: ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ. അതിൽ ഫസ്റ്റ് ജനറേഷനിൽ വരുന്ന ഡ്രഗ്സ് ആണ് സെഫാലെക്സിൻ, സെഫാഡ്രോക്സിൽ, സെഫാലോഗ്ലൈസിൻ, സെഫാട്രിസിൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ജനറേഷനിൽ വരുന്ന ഡ്രഗ്സ് ആണ് സെഫോനിസിഡ്, സെഫ്പ്രോക്സിൽ, സെഫ്യൂറോക്സിം, ലോറാകാർബഫ്. തേർഡ് ജനറേഷനിൽ വരുന്ന ഡ്രഗ്സ് ആണ് സെഫ്ഡിനർ, സെഫിക്സിം, സെഫോപെറാക്സോൺ. ഫോർത്ത് ജനറേഷനിൽ വരുന്ന ഡ്രഗ്സ് ആണ് സെഫിപ്പിം, സെഫ്പിരോം. വേറൊരു ക്ലാസിഫിക്കേഷനും കൂടി നമുക്ക് സെഫാലോസ്പോറിന്റെ നോക്കാം. ബേസ്ഡ് ഓൺ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഏത് റൂട്ടിലാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് അതിനനുസരിച്ച് സെഫാലോസ്പോറിൻ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓറൽ റൂട്ടും ഉണ്ട്, പാരന്ററൽ റൂട്ടും ഉണ്ട്. ഓറൽ റൂട്ടിൽ വരുമ്പോൾ സെഫാലെക്സിൻ, സെഫ്പ്രോക്സിൽ, ലോറാകാർബഫ്, സെഫിക്സിം. പാരന്ററൽ റൂട്ടിൽ വരുമ്പോൾ സെഫസോളിൻ, സെഫ്യൂറോക്സിം, സെഫോടാക്സിം, സെഫാപെറോക്സോൺ ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അടുത്തത്
സ്ട്രക്ചറൽ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ഓഫ് സെഫാലോസ്പോറിൻ SAR നമ്മൾ ഇന്നലെ പറഞ്ഞു. എന്തിനാ SAR? അതായത് നമ്മുടെ സ്ട്രക്ചറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്ന സമയത്ത് അത് ബയോളജിക്കൽ ആക്ടിവിറ്റീനെ എങ്ങനെ അത് എഫക്ട് ചെയ്യും, അതാണ് നമ്മൾ SAR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ സെഫാലോസ്പോറിന്റെ SAR പറയുന്ന കേസിൽ നമ്മൾ നോക്കാം. ഫസ്റ്റ് C1 പൊസിഷനിൽ നൈട്രജൻ ആണ്. C1 പൊസിഷനിൽ നൈട്രജൻ ഗ്രൂപ്പ് എസെൻഷ്യൽ ആണ്. C2 പൊസിഷനിൽ COH കാർബോക്സിൽ ഗ്രൂപ്പ് ആണ് C2 പൊസിഷനിൽ കാണുന്നത്. ഇത് എസെൻഷ്യൽ ആണ്, അല്ലെങ്കിൽ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ഡ്രഗിനെ സോൾട്ട് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ. ഇപ്പൊ എക്സാമ്പിൾ, നമുക്കൊരു സോഡിയം സോൾട്ട് ഫോമിലുള്ള ഡ്രഗ് ആണെങ്കിൽ ഈ COH എന്തായിട്ട് മാറും? CONA+ ആയിട്ട് മാറും. അപ്പൊ സോൾട്ട് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പൊസിഷനാണ് എന്ത്? C2 പൊസിഷൻ, അതിലെ കാർബോക്സിൽ ഗ്രൂപ്പ്. പിന്നെ C2 ആൻഡ് C3 പൊസിഷന്റെ ഇടയിൽ ഒരു ഡബിൾ ബോണ്ട് പ്രസന്റ് ആണ്. ഈ ഡബിൾ ബോണ്ട് എസെൻഷ്യൽ ആണ്. ഇവിടെ ഈ ഡബിൾ ബോണ്ട് ഇല്ലെങ്കിലോ അതല്ലെങ്കിൽ C3 C4ന്റെ ഇടയിലോട്ട് ഈ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ആവുക ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ആവുന്നുണ്ട്. സോ ഈ ഡബിൾ ബോണ്ട് അവിടെ എസെൻഷ്യൽ ആണ്. അടുത്തത് C3യിൽ തന്നെ കാണുന്ന ഈ R2 പൊസിഷൻ ഉണ്ടല്ലോ, R2 അതുപോലെ തന്നെ ഈ R1 പൊസിഷനിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ചാണ് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സെഫാലോസ്പോറിൻ ഡ്രഗ്സ് തരിക. ഈ R2 പൊസിഷൻ യൂഷ്വലി അസറ്റോക്സിമീഥൈൽ, അതായത് CH2OCOCH3 ഗ്രൂപ്പാണ് കാണുന്നത്. ഇത് മോസ്റ്റ് റിയാക്റ്റീവ് സൈറ്റ് ആണ്, സെഫാലോസ്പോറിന്റെ മോസ്റ്റ് റിയാക്റ്റീവ് സൈറ്റ് ആണ്. പക്ഷെ ആന്റിബാക്ടീരിയൽ ആക്ടിവിറ്റിക്ക് എന്താണ്? എസെൻഷ്യൽ ഒന്നും അല്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ R2 പൊസിഷൻസ് എന്തൊക്കെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? H ആവാം, അതായത് ഹൈഡ്രജൻ ആവാം, ക്ലോറിൻ ആവാം, CH3 മീഥൈൽ ഗ്രൂപ്പ് ആവാം. ഇപ്പൊ R2 ഇഫ് റീപ്ലേസ്ഡ് വിത്ത് എസ്റ്റർ അല്ലെങ്കിൽ അമൈഡ് ഗ്രൂപ്പ് ആണ് R2ൽ കാണണമെങ്കിൽ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് ആന്റി ബാക്ടീരിയൽ സ്പെക്ട്ര കിട്ടുന്നുണ്ട്. R2 നമ്മൾ പൈറിലിഡിനിങ് ഗ്രൂപ്പ് വെച്ചിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി ഉണ്ടായിരിക്കും. R2നെ മീഥൈൽ തയോ ടെട്രസോൾ വെച്ചിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതെങ്കിലും ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി ഉണ്ടായിരിക്കും. എക്സാമ്പിൾ ആണ് സെഫോപെറിയാസോൺ. ദെൻ സെഫാലോസ്പോറിൻ, സൾഫർ. ഓക്കെ. അടുത്തത് C5 പൊസിഷനിലുള്ള സൾഫർ ആണ്. C5 പൊസിഷനിലുള്ള സൾഫർ എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ ഒന്നല്ല, അതുണ്ടെങ്കിലും ആന്റിബാക്ടീരിയൽ ആക്ടിവിറ്റിക്ക് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എസെൻഷ്യൽ അല്ല. ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഈ സൾഫർ പ്രസന്റ് ആണെങ്കിൽ അത് ബീറ്റാ ലാക്ടമേസിനോടുള്ള റെസിസ്റ്റൻസ്, ബീറ്റാ ലാക്ടമേസിനടുത്തൊരു റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, അത് ഡിക്രീസ് ചെയ്യും. അതല്ലാതെ അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റിക്ക് അവിടെ ചേഞ്ചസ് ഉണ്ടാവില്ല. അടുത്തത് C6 പൊസിഷനിലുള്ള ആൽഫ ഹൈഡ്രജൻ ആറ്റം എസെൻഷ്യൽ ആണ് ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ C7ൽ കാണുന്ന ഈ R1ൽ ചേഞ്ചസ് വരുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സെഫാലോസ്പോറിൻ ഡ്രഗ്സ് തരുന്നുണ്ട്. R1 ഗ്രൂപ്പ് സൾഫോണിക് ആസിഡ് ആണെങ്കിൽ സ്യൂഡോമോണാസ് എയറോജിനോസയ്ക്ക് എഗെയിൻസ്റ്റ് ഉള്ള ആക്ടിവിറ്റി കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. അടുത്തത് C8 പൊസിഷനിലുള്ള C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് ആണ്. C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് എസെൻഷ്യൽ ആണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതാണ് ബീറ്റാ ലാക്ടം റിംഗ് അല്ലെ. ഈ ബീറ്റാ ലാക്ടം റിംഗ് ഇവിടെ പ്രസന്റ് ആണ്. ഈ ബീറ്റാ ലാക്ടം റിംഗ് വേറൊരു ഹെട്രോസൈക്ലിക് റിംഗുമായിട്ട് ഫ്യൂസ് ചെയ്തപ്പോഴാണ് നമുക്ക് സെഫാലോസ്പോറിൻ കിട്ടിയിരിക്കുന്നത്. ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് ഈ SARൽ ഇൻക്ലൂഡ് ചെയ്യാം. അടുത്തത് കെമിക്കൽ ഡീഗ്രഡേഷൻ ഓഫ് സെഫാലോസ്പോറിൻ. അപ്പൊ സെഫാലോസ്പോറിന്റെ കെമിക്കൽ ഡീഗ്രഡേഷൻ, അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ആസിഡ് ഹൈഡ്രോളിസിസ്. അതായത് സെഫാലോസ്പോറിൻ C നമ്മൾ ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് D-അമിനോ അഡിപ്പിക് ആസിഡും 7-അമിനോ സെഫാലോസ്പൊറാനിക് ആസിഡും കിട്ടും. അതിൽ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും അമോണിയം റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ സെഫാലോസ്പോറിൻ Cന്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ വെച്ചിട്ടാണ് ബ്രേക്ക് ആയിട്ട് മാറുന്നത്. അങ്ങനെ നമുക്ക് ഈ ഒരു ഭാഗം D-അമിനോ അഡിപ്പിക് ആസിഡും ഈ ഒരു പോർഷൻ 7-അമിനോ സെഫാലോസ്പൊറാനിക് ആസിഡ് ആയിട്ടും മാറും. അടുത്തത് സ്ട്രോങ് ആസിഡ് ഹൈഡ്രോളിസിസ് നടക്കുന്ന സമയത്ത് C3 പൊസിഷനിൽ എന്താ? ഇവിടെ CH2R1 സ്ട്രോങ് ആസിഡ് ഹൈഡ്രോളിസിസ് നടക്കുന്ന സമയത്ത് ഇത് ചേഞ്ച് ആയിട്ട് എന്തായിട്ട് മാറും? ഡസ് അസെറ്റൽ സെഫാലോസ്പോറിൻ ആയിട്ട് മാറും. അതായത് ഈ ഒരു C3 പൊസിഷനിലാണ് ഇവിടെ ചേഞ്ച് വരുന്നത്. പിന്നെ അത് ലാക്ടോൺ ഫോർമേഷൻ അണ്ടർഗോ ചെയ്യാണ്. ലാക്ടോണൈസിന്റെ പ്രസൻസിൽ ലാക്ടോൺ ഫോർമേഷൻ നടന്നിട്ട് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഡസ് അസെറ്റൈൽ സെഫാലോസ്പോറിൻ ലാക്ടോൺ നമുക്ക് കിട്ടും. അത് ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഈ ഒരു C3 പൊസിഷനിലുള്ള ചേഞ്ചസ് ആണ് അവിടെ വരുന്നത്. ഇതാണ് ആസിഡ് ഹൈഡ്രോളിസിസിൽ വരുന്നത്. അടുത്തത് എൻസൈമാറ്റിക് ഹൈഡ്രോളിസിസ്. എൻസൈമാറ്റിക് ആൻഡ് നോൺ എൻസൈമാറ്റിക് ഹൈഡ്രോളിസിസ് സെഫാലോസ്പോറിന്റെ ചെയ്യുമ്പോഴും നമുക്ക് അവിടെ എന്താ ജനറേറ്റ് ആവുന്നത്? 7-അമിനോ സെഫാലോസ്പൊറാനിക് ആസിഡ് ആണ്. സ്പൊറാനിക് ആസിഡ് ഡെറിവേറ്റീവ് ആണ്.
ഡെവലപ്പ് ചെയ്യുന്നത്. അത് പിന്നെയും ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ലാക്ടോൺസ് കിട്ടുന്നുണ്ട്. ഇവിടെ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട് സെഫാലോസ്പോറിൻ സി. അത് അസൈലേസ് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 അമിനോ സെഫാലോസ്പോറാനിക് ആസിഡ് ഡെറിവേറ്റീവ് കിട്ടി. അത് പിന്നീട് എന്തായിട്ട് മാറി? ഇനാക്റ്റീവ് ആയിട്ടുള്ള ലാക്ടോൺ ഫോമിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇതാണ് എൻസൈമാറ്റിക് ഹൈഡ്രോളിസിസ്. അടുത്തത് റിഡക്ഷൻ ആണ്. റിഡക്ഷനിൽ വരുന്നത് സെഫാലോസ്പോറിൻ സി നമ്മൾ റാനി നിക്കലിന്റെ പ്രസൻസിൽ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, റിഡക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഡി ആൽഫ അമിനോ അഡിപ്പിക് ആസിഡ്, എൽ അലാനിൻ, ഡി എൽ വാലിൻ, ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കെമിക്കൽ ഡീഗ്രഡേഷനിൽ ആസിഡ് ഹൈഡ്രോളിസിസ് പറഞ്ഞു, എൻസൈമാറ്റിക് ഹൈഡ്രോളിസിസ് പറഞ്ഞു, റിഡക്ഷൻ പറഞ്ഞു. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സെഫാലോസ്പോറിൻ ഡ്രഗ്സ് ആണ്. സെഫാലോസ്പോറിൻ ഡ്രഗ്സ് നമുക്ക് നോക്കിയാൽ അറിയാം, ബേസിക് സ്ട്രക്ചർ നമ്മൾ സെഫാലോസ്പോറിന്റെ ഓൾറെഡി കണ്ടു. അതിൽ R1 R2 പൊസിഷനിലുള്ള ചേഞ്ചസ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സെഫാലോസ്പോറിൻ ഡ്രഗ്സ് കിട്ടുന്നത്. അപ്പൊ സെഫാലക്സിൻ, സെഫസോളിൻ, അതുപോലെ തന്നെ സെഫലോത്തിൻ, ഇത് മൂന്നും ഫസ്റ്റ് ജനറേഷൻ സെഫാലോസ്പോറിൻ ഡ്രഗ്സ് ആണ്. ഇപ്പൊ സെഫാലക്സിൻ അതിൽ R1 പൊസിഷൻ നോക്കുക, R2 പൊസിഷൻ നോക്കുക, ബാക്കിയൊക്കെ സെയിം ബേസിക് സ്ട്രക്ചറിലുള്ളതാണ്. ഇത് രണ്ടുമാണ് ചേഞ്ച് വരുന്നത്. സെഫാലക്സിൻ ഓറലി ആക്റ്റീവ് ആണ്, ഷോർട്ട് ആക്ടിംഗ് ആണ്, പിന്നെ ഫിനൈൽ ഗ്ലൈസിൻ മോയിറ്റി ആണ് സൈഡ് ചെയിനിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അടുത്തത് സെഫസോളിനിലെ R1 പൊസിഷൻ നോക്കുക, R2 പൊസിഷൻ, ബ്രോഡ് സ്പെക്ട്രം, സെമി സിന്തറ്റിക് ആണ്. പിന്നെ നമ്മൾ പാരന്റൽ റൂട്ട് വഴിയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഫസ്റ്റ് ജനറേഷൻ സെഫാലോസ്പോറിൻ ആണ്. അതിന് സോഡിയം സോൾട്ടിന്റെ ഫോമിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് സെഫലോത്തിന്റെ R1 പൊസിഷൻ, R2 പൊസിഷൻ, സ്ട്രക്ചർ അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാം. സെമി സിന്തറ്റിക് ആണ്, ഷോർട്ട് ആക്ടിംഗ്, പാരന്റൽ റൂട്ട് വഴിയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുക. ഫസ്റ്റ് ജനറേഷൻ സെഫാലോസ്പോറിൻ ആണ്, സോഡിയം സോൾട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സെഫ്പ്രോക്സിൽ, ഇനി നമ്മൾ സെക്കൻഡ് ജനറേഷൻ ഡ്രഗ്സ് ആണ്. സെക്കൻഡ് ജനറേഷൻ ഡ്രഗ്സിൽ വരുന്നതാണ് സെഫ്പ്രോക്സിലിന്റെ R1 പൊസിഷൻ, R2 പൊസിഷൻ നോക്കുക. സെമി സിന്തറ്റിക് ആണ്, ഷോർട്ട് ആക്ടിംഗ് ആണ്, നമ്മൾ ഓറൽ റൂട്ട് വഴിയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. സെഫ്പ്രോക്സിൽ. അടുത്തത് സെഫാമാൻഡോളും സെക്കൻഡ് ജനറേഷൻ സെഫാലോസ്പോറിൻ ആണ്, ഷോർട്ട് ആക്ടിംഗ് ആണ്, സെമി സിന്തറ്റിക് ആണ്, പാരന്റൽ റൂട്ട് വഴിയാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുക. അതിന്റെ R1 പൊസിഷനും R2 പൊസിഷൻ. സെഫിക്സിം, അടുത്തത് തേർഡ് ജനറേഷൻ സെഫാലോസ്പോറിൻ ആണ്. തേർഡ് ജനറേഷൻ സെഫാലോസ്പോറിനിൽ വരുന്നതാണ് സെഫിക്സിമിൽ ഇതാണ് R1 പൊസിഷൻ, ഇതാണ് R2 പൊസിഷൻ. സെമി സിന്തറ്റിക് ആണ്, ലോങ് ആക്ടിംഗ് ആണ്, ഓറലി ആണ് നമ്മൾ കൊടുക്കുന്നത്, അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അടുത്തത് സെഫോടാക്സിമിന്റെ R1 പൊസിഷൻ നോക്കുക, R2 പൊസിഷൻ നോക്കുക. എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം ആണ്, പാരന്റൽ റൂട്ട് വഴിയാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുക. തേർഡ് ജനറേഷൻ സെഫാലോസ്പോറിൻ ആണ്. അടുത്ത തേർഡ് ജനറേഷൻ സെഫാലോസ്പോറിൻ ആണ് സെഫ്ട്രിയാക്സോണിന്റെ പൊസിഷൻ നോക്കുക, R2 പൊസിഷൻ നോക്കുക. സെമി സിന്തറ്റിക് ആണ്, പാരന്റൽ റൂട്ട് വഴിയാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുക. അടുത്തത് ഫോർത്ത് ജനറേഷൻ സെഫാലോസ്പോറിൻ ആണ്. ഫോർത്ത് ജനറേഷൻ സെഫാലോസ്പോറിൻ ചേഞ്ചസ് എന്ന് പറയുന്നത് ഈ നമ്മൾ രണ്ടെണ്ണം വെച്ച് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതായത് ഇപ്പൊ സെഫിപ്പിം, സെഫ്പിരോൺ രണ്ടെണ്ണമാണ് ഫോർത്ത് ജനറേഷൻ ഡ്രഗ്സ്. ഇതിൽ ഈ ഒരു R1 പൊസിഷൻ രണ്ടും സെയിം ആണ്. R2 പൊസിഷനിൽ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ. R2 പൊസിഷനിൽ ഈ ഒരു പോർഷനിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. അപ്പൊ നമ്മൾ അത് നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. സെഫിപ്പിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോഡ് സ്പെക്ട്രം പാരന്റലി ആണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. സെഫ്പിരോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം പാരന്റൽ റൂട്ട് വഴിയാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. അതായത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെഫാലോസ്പോറിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. സെഫാലോസ്പോറിൻ എന്താണ്, അതിന്റെ സ്ട്രക്ചർ, ബേസിക് സ്ട്രക്ചർ, ജനറൽ മെക്കാനിസം ഓഫ് ആക്ഷൻ, ADR, യൂസസ്, പിന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻ രണ്ട് രീതിയിൽ നമ്മൾ നോക്കി. അടുത്തത് SAR നോക്കി, പിന്നെ കെമിക്കൽ ഡീഗ്രഡേഷൻ ആണ് സെഫാലോസ്പോറിന്റെ നോക്കിയത്. അതിനുശേഷം ഡ്രഗ്സ് തന്നെ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നോക്കി. ഇതിന്റെ ADR-ഉം യൂസസും ഒന്നും ഇവിടെ കൊടുക്കാത്തത് നമ്മൾ ഓൾറെഡി മുമ്പ് ജനറൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കാരണമാണ് ഇവിടെ രണ്ടാമത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാത്തത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം അടുത്തൊരു ടോപ്പിക്കായിട്ട്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി അറിയിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫാർമ ഫോക്കസിലൂടെ വീണ്ടും കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.